when I was sitting here today, I was thinking, God is always faithful to us. Amen. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്, ദൈവം എപ്പോഴും നമ്മളോട് വിശ്വസ്തതയുള്ളവനാണ്. He won't be with us. Amen. ദൈവത്തിന് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കണമെന്ന് താല്പര്യമുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. As I was thinking, God already prayed for you and me before he went to cross. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കും നിങ്ങൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിച്ച ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. He was so concerned about his disciples and all the believers. കർത്താവ് തന്റെ ശിഷ്യന്മാരെ കുറിച്ചും അതുപോലെ എല്ലാ വിശ്വാസികളെ കുറിച്ചും ദൈവം വളരെയധികം കൺസേൺ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. Jesus was with the Father. യേശു കർത്താവ് പിതാവിന്റെ ഒപ്പമായിരുന്നു. He wanted to bring Father in your life. ആ പിതാവിനെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. He came down to this earth. അതുകൊണ്ട് അവിടുന്ന് ഈ താണഭൂമിയിലോട്ട് ഇറങ്ങി വന്നു. He revealed to the disciples. ആ മർമ്മത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. He revealed the love of Father to them. പിതാവിന്റെ സ്നേഹത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. Because our Jesus won all with our Father also. കാരണം നാം എല്ലാവരും നമ്മുടെ പിതാവിനോടൊപ്പം ആയിരിക്കണമെന്ന് നമ്മുടെ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. That's the desire as a father's heart always have. He wants the children be with him. അതാണ് ഒരു പിതാവിന്റെ ആഗ്രഹം, തന്റെ മക്കൾ എപ്പോഴും തന്നോടൊപ്പം ആയിരിക്കണം എന്നുള്ളത്. Therefore, I was looking at the scripture. He already prayed for you and me before he went to. ഞാൻ അതുകൊണ്ട് തന്നെ സ്ക്രിപ്ചർ പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി, കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം നമ്മൾ പിതാവിനോടൊപ്പം ആയിരിക്കണം എന്നുള്ളത് കൊണ്ട്. So we don't have to worry about anything. He already prayed for you and me. And if Jesus prayed that prayer to the Father, that prayer is still standing. കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ നമ്മൾ ഓരോരുത്തരും പിതാവിനോടൊപ്പം ആയിരിക്കണമെന്ന് കർത്താവ് ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ആ പ്രയർ ഇപ്പോഴും നമ്മൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. He prayed 2000 years ago for you and me. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് ആ പ്രാർത്ഥന കഴിച്ചിട്ടുണ്ട്. That prayer is still active in heaven. How many believe that? ആ പ്രാർത്ഥന ഇന്നും സ്വർഗത്തില് അത് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. എത്ര പേര് അത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? That 24/7 in heaven, that prayer is still standing. 24 ദിവസം എന്ന് പറയുന്ന പോലെ അത്രയും ദൈവം നമുക്ക് വേണ്ടി കഴിച്ച പ്രാർത്ഥനകള് സ്വർഗത്തിൽ ഇപ്പോൾ ആക്റ്റീവാണ്. And let's read from the scripture to confirm that prayer is still active. ആ പ്രയർ അത് ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തിരുവെഴുത്തുകളെ ഒന്ന് പരിശോധിക്കാം. Let's turn to John chapter 17. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലോട്ട് കടന്നു വരാം. Here we can see he prayed for the disciple. This is the prayer he is praying to the Father. Amen. 17-ാം അധ്യായം എന്ന് പറയുന്നത് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. When you get time, please go through that chapter 17, John chapter 17, meditate those words, how Jesus was concerned about the disciple and the believers. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ ധ്യാനിക്കണമേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം കർത്താവ് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് കൺസേൺ ഉള്ളവനായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം വേർതിരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. Amen. So here verse 20, it says, I do not pray for this alone, but also those who will believe in me through the word. ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്തിൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു.
So he was concerned about the disciple, and he didn't stop there. He was thinking about the future. He knew one time we all going to accept Jesus as a personal Lord and Savior. Somebody has to come to our life. And so he knew we all going to accept Jesus Christ as a personal Lord and Savior. കർത്താവ് ആ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല അപ്പൊ പ്രാർത്ഥിച്ചത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ എപ്പോ കർത്താവിലോട്ട് വരും, നമ്മൾ എപ്പോ കർത്താവിനെ അറിയും, അതുപോലെ നമ്മെ പോലെ മറ്റുള്ളവരും കർത്താവിനെ അറിയാനും ദൈവത്തിലോട്ട് വരുവാനും ദൈവത്തെ നമ്മുടെ രക്ഷകനും കർത്താവിനെ സ്വീകരിക്കാനും കൂടി ദൈവം നമ്മൾക്ക് വേണ്ടി അപേക്ഷ കഴിച്ചിരിക്കുകയാണ്. So Jesus, he saw, before he went to the cross, he saw you and me. കർത്താവ് ആ ക്രൂശിലോട്ട് പോകുന്നതിന് മുൻപ് കർത്താവ് എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുകയാണ്. Then he prayed, I'm not praying for the disciple, Father, I'm not praying for this disciple alone. I'm praying for all the people come to the saving knowledge by through the word, all the believers. കർത്താവ് അപ്പോൾ അങ്ങനെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ കർത്താവ് പറഞ്ഞു, കർത്താവേ, പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള കാലത്തിൽ പിതാവിനോട്ട് വരുവാനുള്ള ഓരോരുത്തർക്കും വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷ കഴിച്ചിരിക്കുന്നുവെന്ന് പിതാവിനോട് പറയാനിടയായി തീർന്നു. So he was so concerned about us. അതായത് കർത്താവ് അത്രമാത്രം നമ്മെ ഓരോരുത്തരെയും കുറിച്ചും കൺസേൺ ഉള്ളവനായിരുന്നു. He is about to crucify. In the midst, he thought about you and me and prayed for us. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളിലെല്ലാം നമ്മെ കുറിച്ച് വിചാരിക്കുകയും നമുക്ക് വേണ്ടി അപേക്ഷ കഴിക്കുകയും ചെയ്ത ദൈവമാണ്. So whatever God promised in your life, in your children, must be accomplished because Jesus prayed a prayer to the Father. Father heard it. Amen. അതുകൊണ്ട് വിശ്വസിക്കുക, നമ്മെ കുറിച്ചും നമ്മുടെ തലമുറകളെ കുറിച്ചും കർത്താവ് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെല്ലാം വേണ്ടി യേശു കർത്താവ് ഓൾറെഡി നമുക്ക് വേണ്ടി പ്രാർത്ഥന കഴിച്ചിട്ടുണ്ട്. He won all with Father and all with Jesus. All the believers he won with him and with his Father. എല്ലാ വിശ്വാസികളും യേശു കർത്താവിനോടും അതോടൊപ്പം പിതാവിനോടും കൂടെ ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. That's why he prayed that prayer. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രാർത്ഥന യേശു പ്രാർത്ഥിച്ചത്. So we should pray God, our family members, our relatives, God, all want with you, Jesus and Father, because Jesus prayed for us and we pray in Jesus' name also. യേശു ശിഷ്യന്മാർക്കും വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇങ്ങനെ പിതാവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് നാമും നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടിയും ഇതുപോലെ യേശുവിനെ പിതാവിനെ അറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. God and Jesus has only one desire. യേശുവിനും പിതാവിനും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. He wants all with him. അവിടത്തേക്ക് നാം എല്ലാവരും കർത്താവ് പിതാവിനായിരിക്കണമെന്ന് ഒറ്റ ആഗ്രഹം. So let's read verse 21. അതിന്റെ 21ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. That they all may be one, as you, Father, are in me, and I am in you, that they all may one in us, that the world may believe that you sent me. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. That desire has to come from us. Amen. ഈ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരേണ്ടത്. If Jesus and Father want us with him and with them, let it be. യേശുവിനും പിതാവിനും നമ്മൾ ഓരോരുത്തരോടും അവിടത്തോടൊപ്പം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമെങ്കിൽ അതങ്ങനെ തന്നെ ആവട്ടെ. So that desire every day of your life, God, that is the will of God. I want with you and Jesus and Father. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആഗ്രഹം അതായിരിക്കണം. കർത്താവേ, അങ്ങയോടും പിതാവിനോടൊപ്പം ഞാനും ആയിരിക്കുവാൻ, എപ്പോഴും ആയിരിക്കുവാൻ, എപ്പോഴും ഒന്നായിരിക്കുവാൻ. That attachment should be always alive. ആ ഒരു ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആക്റ്റീവ് ആയിരിക്കണം, എപ്പോഴും അത് ജീവനോടെ നിലനിൽക്കുന്നതായിരിക്കണം. If God wanted, just freely give to him. Amen. കർത്താവിന് നമ്മളെ വേണ്ടത് കൊണ്ടാണ് അവിടുന്ന്
ഫ്രീ ആയിട്ട് കർത്താവ് ആ രക്ഷ നമുക്ക് നൽകാനിടയായത്. If Father wanted, that's why Jesus prayed for us. He want all of us with him and Father. Amen. പിതാവിന് നമ്മെ വേണ്ടത് കൊണ്ട് യേശു പിതാവിനോട് അപേക്ഷിച്ചു. അങ്ങനെ അപേക്ഷ പിതാവ് കേട്ടത് കൊണ്ട് നാം ഓരോരുത്തരും പിതാവിനോട് ഒപ്പമായിരിക്കുന്നു. Today I was ministering a youth meeting today. ഞാൻ ഇന്ന് യുവജന മീറ്റിംഗിൽ കർത്താവിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. So one person asked me how we going to develop an everlasting faith. ഒരു ആൾ അതിനിടയ്ക്ക് എന്നോട് ചോദിക്കാനിടയായി, എങ്ങനെ നമുക്ക് നിലനിൽക്കുന്ന ഒരു വിശ്വാസം എങ്ങനെ കെട്ടിപ്പടുക്കാം. And another person, please pray for me, I'm very lonely. അതിനുശേഷം വേറൊരു വ്യക്തി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇതുപോലെ വിശ്വാസത്തിൽ വളരെ ക്ഷീണിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. So the only way we're going to come to know how Jesus was concerned about us, how he prayed for us, only through the scripture. ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കർത്താവിനെ നമ്മൾ അറിയാൻ, കർത്താവ് നിലനിൽക്കാൻ ഒറ്റ വഴി എന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു ബോധ്യത്തിലോട്ട് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ്. So we need to understand what Jesus did for our life. നമ്മൾ മനസ്സിലാക്കണം കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവ് എന്താണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. So we need to respect what Jesus did for us. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണോ അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് ആദരവ് കാണിക്കേണ്ടത് ആവശ്യമുണ്ട്. Bible says the fear of the Lord is the beginning of the wisdom, and the knowledge of the Holy One is the understanding. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആദരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. So where we go to get everlasting faith, എവിടെയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു നിലനിൽക്കുന്ന വിശ്വാസം തേടി പോകേണ്ടത്? and where we avoid loneliness. അതുപോലെ തന്നെ നമ്മളിലുള്ള അവിശ്വാസത്തെ നമുക്ക് എങ്ങനെ മാറ്റിക്കളയാൻ കഴിയും, എവിടെ നിന്ന് മാറ്റിക്കളയാൻ പറ്റും? We always go to the manual given by God. നമ്മൾ ഈ ഒരു മാനുവലിലോട്ട് പോകേണ്ടത് ആവശ്യം. അതായത് ദൈവം തന്നിരിക്കുന്നത് വേദപുസ്തകം എന്ന് പറഞ്ഞ ഈ മാനുവലിലോട്ട് നമ്മൾ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. Jesus did so many things for us. കർത്താവ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. As Bible says, Romans 3:23, we all have sinned, fall short of the glory of God. അതായത് റോമർക്കെഴുതിയ ലേഖനം 3:23 പറയുന്നത് പോലെ ഒരു വ്യത്യാസമല്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. But God bring Jesus in our life and he prayed for us. We are standing on the rock of salvation. എന്നാൽ യേശു കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. തൽഫലമായി നാം എല്ലാവരും ക്രിസ്തു എന്ന പാറമേൽ നിൽക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. So I told that person, faith comes by hearing his word. ഞാൻ ആ വ്യക്തിയോട് ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു, വിശ്വാസം വരുന്നത് ദൈവത്തിന്റെ വചന കേൾവിയാലാണ്. So every day you generate faith from this scripture, this manual. ഓരോ ദിവസവും നീ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കേണ്ടത് ഈ തിരുവഴുത്തുകളെ ആശ്രയിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ്. So in hydroelectric, if water won't fall, generator won't start. നമുക്കറിയാം ജലവൈദ്യുതീകരണ ഒരു സിസ്റ്റത്തെ ചിന്തിക്കുമ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ വെള്ളം നമുക്ക് ലഭിക്കുന്നു. Yeah, when the water goes to the turbines and then it develops the power, the electricity. അങ്ങനെ ആ വെള്ളം ടർബാനിലോട്ട് വന്ന് വീഴുമ്പോൾ അതിന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ വൈദ്യുതി പവറായിട്ട് നമുക്ക് ലഭിക്കുന്നു. If the water stops, generator is stopped. അതേസമയം ആ വെള്ളം വരുന്നത് നിന്ന് കഴിഞ്ഞാൽ ജനറേറ്റർ സ്റ്റോപ്പ് ആവും. The same way, if we stop going to the scripture, meditate day and night, there is no power, no success, nothing is coming out of it. അതേപോലെ തന്നെ നമ്മള് ദൈവവചനത്തിനോട് തിരിയാതെ, ദൈവവചനത്തിൽ ആശ്രയിക്കാതെ, ദൈവവചനം കണ്ടുപിടിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ പവർ സപ്ലൈ സ്റ്റോപ്പ് ആകുന്ന പോലെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ശക്തി അതില്ലാതായിത്തീരും. So I told the youth, continuously do what God asked you to do.
അതുകൊണ്ട് ഞാൻ ആ യുവജനങ്ങളോട് ഇങ്ങനെ പറയാൻ തോന്നും, നിങ്ങൾ സ്ഥിരമായി എന്നും നിത്യേന ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തെ തിരയുകയും വേണം. So when God gave the command to Joshua, ദൈവം യോശുവയ്ക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോൾ we can see Joshua chapter 6, 7, 8. We can see, be strong and courageous, meditate the book of law day and night. നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതിന്റെ 6, 7, 8 അധ്യായത്തിലോട്ട് വരുമ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ രാവും പകലും ദൈവവചനത്തെ ധ്യാനിക്കുക, അങ്ങനെ നീ ദൈവത്തെ ധൈര്യപ്പെടുക, മുന്നോട്ട് പോകുക എന്ന് ദൈവം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. It says meditate the book of law. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ന്യായപ്രമാണ പുസ്തകത്തെ രാവും പകലും ധ്യാനിക്കുക. As I studied, Joshua was meditating Deuteronomy continuously. ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, യോശുവ ആവർത്തന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങളെ രാവും പകലും കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനിക്കുന്ന ഒരാളായി. So he generate faith. അതുകൊണ്ട് തന്നെ യോശുവയിൽ വിശ്വാസം ജനിക്കാനിടയായി തീർന്നു. God said continuously, day and night, do it, Joshua, and be strong and courageous. ദൈവം യോശുവയോട് പറഞ്ഞൊരു കാര്യമാണ്, നീ പതിവായിട്ട് രാവും പകലും ഈ വചനത്തെ ധ്യാനിക്കണം. So he was prosperous and he was victorious and he was always good in everything what he did for the kingdom of God, for the ministry, for the Israel. അതുകൊണ്ട് തന്നെ യോശുവ അത് ചെയ്തത് കൊണ്ട് തന്നെ അവൻ മേൽക്കുമേൽ അവൻ ബലവാനായി തീർന്നു, അവൻ അഭിവൃദ്ധിയുള്ളവനായി തീർന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. കാരണം അവൻ ദൈവത്തെ വചനത്തിൽ അതുപോലെ അവൻ ആശ്രയിച്ചു. So he cannot even think about defeat. He always thinks success, victory. He cannot even think about defeat. അത് കാരണം അവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് വിജയത്തെക്കുറിച്ചും മുന്നോട്ടുള്ള ജയത്തിന്റെ വഴികൾ മാത്രമാണ്. അതിനപ്പുറമുള്ള പുറകിലുള്ള പരാജയത്തെയോ അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. Every time he's going to be stronger and meditating stronger and attacking all the kings came against him one by one. അതുകൊണ്ട് തന്നെ അവൻ ഓരോ നിമിഷവും ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ കൂടുതൽ കൂടുതൽ ബലവാനായി തീർന്നു. അങ്ങനെ തനിക്കെതിരെ വന്ന ഓരോ പൈശാചിക അറ്റാക്കുകളെയും അവൻ ജയിക്കാൻ നിൽക്കുന്ന ബലമുള്ളവനായി തീർന്നു. He was not only he had faith, he go and conquer everything. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ വിശ്വാസത്തിൽ അല്പം പോലും ക്ഷീണിക്കാതെ അവനോട് പറഞ്ഞ വാഗ്ദത്തത്തെ കീഴടക്കാൻ തക്കവണ്ണം അവൻ ബലമുള്ളവനായി മാറി. So I'm so happy that Jesus prayed for us and we are in this world be a conqueror. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് നാം ജയാളികളാണ്, നാം കീഴടക്കാൻ പോകുന്നവരാണ്. And also last time I mentioned about use Jesus' name. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മൾ എല്ലായിടത്തും യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കണം. Bible says, John 16:23, in that day you don't ask me anything. In that day you ask in my name. Whatever you ask in my name, my Father will give it to you. So your joy is complete. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6:23 ഇങ്ങനെ പറഞ്ഞു, അന്നാളിൽ നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കും, നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന് പറയാൻ തക്കവണ്ണം തീർന്നു. So this is the day we use Jesus' name. He already prayed for us. So when we pray in the name of Jesus, he revealed Father to us. He wants us with him, with Jesus and Father. And that relationship, nobody cannot break it. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ യേശുവിന്റെ നാമത്തിലാണ്. നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ജയം മുന്നിലുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങളുടെ മതിയല്ല, നമ്മെ ജയാളികളായിട്ട് ദൈവം നമ്മെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. If Jesus prayed that prayer to Father for all believers, that prayer is still standing. When we pray in the name of Jesus, Father will definitely hear it. കർത്താവ് ഓൾറെഡി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ പ്രാർത്ഥന കഴിച്ചിട്ടുള്ളത് കൊണ്ട്, അപേക്ഷ കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോഴും തീർച്ചയായിട്ടും വിശ്വസിക്കുക, ആ പ്രാർത്ഥനകളെ സ്വർഗം കേൾക്കുകയും നമുക്ക് ദൈവം മറുപടികൾ തരികയും അതിപ്പോഴും ആക്റ്റീവ് ആണെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യണം.
because the kingdom of God is at hand. കാരണം ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയാണ്. So next time I mention when we can use the name of Jesus in salvation, in baptism. There are so many things we can use the name of Jesus. Since the time is running out, we'll continue. So always use the name of Jesus, because Jesus already prayed for us. He is the high priest seated at the right hand of the Father. I can see it with my inner eye. Jesus is there. He's on the right hand of the Father. He already prayed for you and me. That prayer is in good standing, so we can come boldly and say, Jesus, you said in that day, you ask in my name, whatever you ask in my name, my Father will give it to you. That is truly, it is going to happen, and our joy can be full in Jesus' name. Amen. And God bless you with these words. And please pray for the ministry. And today, too, they want to come to the meeting. I know we started 2 years back. Now we started with 2 people. Now around 20 people are coming. So please pray for the youth. Their heart is empty. Only Jesus can provide what they want. So let the revival happen in the heart so they can know God. As believers, we want to proclaim the word to many youth and the whole world. And then Jesus will come and will receive, and we will be with him always. Amen. Praise the Lord. Thanks, Pastor. ദൈവം അനുഗ്രഹിക്കട്ടെ. കേട്ട ദൈവത്തിന്റെ